ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്വീസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പുട്ടാണ്. പാൽപ്പൊടി ഉപയോഗിച്ചിട്ടും പാലുപയോഗിച്ചിട്ടും ഇതുണ്ടാക്കാം. ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് പുട്ടുപൊടിയാണ്. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു കത്തി വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ചെയ്തും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ കറി കൂടി ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.